മെയിനായിട്ടുള്ളൊരു കേസാണ് ഈ ട്രെയിൻ തട്ടിയ കേസുകൾ. അപ്പോൾ ഈ ലാസ്റ്റായിട്ട് ഞാനിവിടെ കളമശ്ശേരിയിൽ നിന്നൊരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വീട്ടിൽ എന്തോ സംസാരമായിട്ട് ഹൈവേ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടേക്കുന്നതിനകത്ത് നിന്ന് ആൾ ഇറങ്ങി നടന്ന് ക്രോസ് ചെയ്ത് പോയതാണ്. പെട്ടെന്ന് ട്രെയിൻ ഇടിച്ചിട്ട് തുടയൊന്നുമില്ല, തുടയുടെ ഭാഗമൊന്നുമില്ല, കൈയിടൊന്നുമില്ല. ഇവിടുന്ന് ഒരു വെയിൻ കട്ടായിട്ട് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് ഇപ്പം ഈ ഒരു ആക്സിഡൻറ്റ് സോണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സോണുകളിൽ കാര്യങ്ങളിൽ നമ്മൾ ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് ചെല്ലുമ്പോഴത്തേക്ക് ഈ ചില ആൾക്കാർ പറയും അവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പൈസ മേടിക്കാനാണ് അല്ലെങ്കിൽ അവിടുന്ന് കമ്മീഷൻ പറ്റാനാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ ആംബുലൻസ് ഓടുന്ന ആൾക്കാർക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പം ആക്സിഡൻറ്റ് സോണിൽ നിന്ന് എടുത്ത ഒരാളെ കാണുമ്പോൾ നമുക്കറിയാം ഇന്നൊക്കെ കുഴപ്പങ്ങളുണ്ട്, ഇന്നടുത്ത് കൊണ്ടുപോയാലേ അവർ രക്ഷപ്പെടുകയുള്ളൂ എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് പലരെയും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ആൾ രക്ഷപ്പെടും. ഇപ്പം പലർക്കുള്ള പ്രശ്നമാണ് ഇപ്പം കമ്മീഷൻ പറ്റുന്നുണ്ട്, പൈസ വാങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആംബുലൻസ് ഡ്രൈവേഴ്സിനെതിരെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ മേടിക്കുന്നവരുണ്ടാവും, ഇല്ലെന്നല്ല, മേടിക്കുന്നവരുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഹോസ്പിറ്റലുകളിൽ നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇപ്പം ജീവന് വില പറയാൻ പറ്റില്ലല്ലോ.